നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കഴിഞ്ഞ സീസണിലെ ബാലൻഡിയോർ പുരസ്കാരം സ്വന്തമാക്കിയത് റോഡ്രി ആയിരുന്നു. അടുത്ത തവണ അതാര് നേടും? അർഹിച്ച കരങ്ങളിലേക്ക് എത്തുമോ അടുത്ത തവണ? ആരാധകർ ഉറ്റുനോക്കുന്ന കാര്യമാണ്. കാരണം ഇപ്പോൾ മിന്നും ഫോമിൽ കളിക്കുന്ന കുറേ താരങ്ങളുണ്ട്. അർഹിച്ചവർക്ക് തന്നെ എത്തട്ടെ. ഏതായാലും നമ്മൾ അടുത്ത ബാലൻഡിയോറിൻ്റെ ഒരു പവർ റാങ്കിങ്ങിലേക്ക് കടക്കുകയാണ്. നിലവിലിപ്പോൾ സീസൺ പകുതിയായിട്ടുണ്ട്. സീസൺ വൈസ് ആണല്ലോ ഇപ്പോൾ ബാലൻഡിയോർ കൊടുക്കുന്നത്. നിലവിലെ അവസ്ഥയിൽ ആർക്കാണ് കൂടുതൽ ബാലൻഡിയോർ സാധ്യത? 15 പേരുടെ ഒരു പവർ റാങ്കിങ് ആണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. നിങ്ങൾക്കറിയാവുന്നതുപോലെ പവർ റാങ്കിങ്ങിൽ ഏറ്റവും താഴെ നിൽക്കുന്ന കളിക്കാരന് കിരീട സാധ്യത അല്ലെങ്കിൽ അവാർഡ് സാധ്യത കുറവാണ് എന്നാണ് അർത്ഥം. 15ാമത് വരുന്ന വിക്ടർ ഗോയ്ക്കഡസ് ആണ്. മിന്നും പ്രകടനമാണ് താരം ഈ സീസണിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്പോർട്ടിംഗ് CPക്ക് വേണ്ടി. 36 ഗോളുകളും 9 അസിസ്റ്റുകളും സ്പോർട്ടിംഗ് CPക്ക് വേണ്ടിയിട്ടും അദ്ദേഹത്തിൻ്റെ ദേശീയ ടീമിനായിട്ടും ഒക്കെ ഈ കഴിഞ്ഞ സീസണിൽ അദ്ദേഹം അടിച്ചു കൂട്ടിയിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം പോർച്ചുഗീസ് ലീഗിലാണ്. അതുകൊണ്ട് ഈ മിന്നും പ്രകടനത്തിന് എത്രത്തോളം പ്രാധാന്യം കിട്ടും എന്നുള്ളൊരു ചോദ്യമാണ്. 15ാം സ്ഥാനത്ത് അദ്ദേഹം വരുമ്പോൾ 14ാം സ്ഥാനത്താണ് ആഴ്സണലിൻ്റെ യുവതാരം ബുക്കായോ സാക്ക വരുന്നത്. ഓൾറെഡി 9 ഗോളുകളും 13 അസിസ്റ്റുകളുമാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ളത്. 2024-2025 സീസണിലെ കണക്കുകളാണ് നമ്മൾ പറയുന്നത്. അദ്ദേഹം ഇപ്പോൾ പരിക്കേറ്റ് പുറത്താണ്. എത്ര നാൾ പുറത്തിരിക്കേണ്ടി വരും എന്നുള്ളത് കണ്ടറിയണം. 14ാം സ്ഥാനത്ത് ബുക്കായോ സാക്ക വരുമ്പോൾ 13ാം സ്ഥാനത്ത് ഇപ്പോഴും മിന്നിക്കത്തി കളിച്ചുകൊണ്ടിരിക്കുന്ന അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ഫ്രഞ്ച് സൂപ്പർ താരം ആന്റോയിൻ ഗ്രീസ്മാനാണ്. ഗ്രീസി ഈ സീസണിൽ 11 ഗോളുകളും 6 അസിസ്റ്റുകളുമായിട്ട് മികവ് കാണിക്കുന്നു. 13ാം സ്ഥാനത്ത് അദ്ദേഹം വരുമ്പോൾ 12ാം സ്ഥാനത്ത് റയൽ മാഡ്രിഡിൻ്റെ ജൂഡ് ബെല്ലിങ്ങാമാണ്. ബെല്ലിങ്ങാം വീണ്ടും തൻ്റെ ഗോളടി മികവും അസിസ്റ്റ് കൊടുക്കുന്ന മികവും ഒക്കെ തിരികെ പിടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ബെല്ലിങ്ങാമിന് ഈ സീസണിൽ ഇപ്പോൾ 8 ഗോളുകളും 9 അസിസ്റ്റുകളുമാണ് സ്വന്തമായിട്ടുള്ളത്. യുവേഫ സൂപ്പർ കപ്പിലും ഇന്റർ കോണ്ടിനെൻ്റൽ കപ്പിലും ഈ സീസണിൽ അദ്ദേഹം മുത്തമിട്ടിട്ടുമുണ്ട്. 11ാം സ്ഥാനത്ത് ഏർലിംഗ് ഹാലൻഡാണ്. മാഞ്ചസ്റ്റർ സിറ്റിയുടെ സൂപ്പർ താരം സീസണിൽ മികച്ച പ്രകടനം വെച്ചാൽ തുടങ്ങിയതെങ്കിലും ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഗോളടി മറന്നുപോയ അവസ്ഥയാണ്. അദ്ദേഹം ആ ഗോളടി ബൂട്ട് തിരികെ ഇടുക എന്നുള്ളത് സിറ്റിക്ക് വളരെ അത്യന്താപേക്ഷിതമാണ്. എന്തായാലും ഇപ്പോൾ 2024-25 അദ്ദേഹം തൻ്റെ രാജ്യത്തിനും ക്ലബിനുമായിട്ട് 25 ഗോളുകളും 2 അസിസ്റ്റുകളുമാണ് സ്വന്തം പേരിൽ കുറിച്ചത്. 10ാം സ്ഥാനത്ത് ബയർ ലെവർക്യൂസൻ്റെ ഫ്ലോറിയൻ വേർഡ്സ് ആണ്. എന്തൊരു കളിയാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത്. 15 ഗോളുകളും 11 അസിസ്റ്റുകളും ഓൾറെഡി ഉണ്ട്. DFL സൂപ്പർ കപ്പിൽ മുത്തമിട്ടിട്ടുമുണ്ട്. 9ാം സ്ഥാനത്ത് കോൾ പാൽമർ, ചെൽസിയുടെ പാൽമർ, കോൾഡ് പാൽമർ എന്ന് വിളിക്കാറുള്ള കോൾ പാൽമർ. അദ്ദേഹം മിന്നും പ്രകടനം തുടരുന്നു. 11 ഗോളുകളും 6 അസിസ്റ്റുകളുമാണ് ഈ സീസണിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. 8ാം സ്ഥാനത്ത് ബയൺ മ്യൂണിക്കിൻ്റെ ഇംഗ്ലീഷ് സൂപ്പർ താരം ഹാരി കെയ്നാണ്. 23 ഗോളുകളും 9 അസിസ്റ്റുകളുമാണ് ഈ സീസണിൽ അദ്ദേഹം സ്വന്തമാക്കിയതെങ്കിൽ 7ാം സ്ഥാനത്ത് റയൽ മാഡ്രിഡിൻ്റെ ഫ്രഞ്ച് സൂപ്പർ താരം കിലിയൻ എംബാപ്പെ റയലിലേക്ക് ചേക്കേറിയിട്ട് തുടക്കത്തിലൊന്ന് പരിഭ്രമിച്ചെങ്കിലും പരിങ്ങിയെങ്കിലും ഇപ്പോൾ വീണ്ടും മിന്നും ഫോമിലേക്ക് കടന്നു പോയിട്ടുണ്ട്. 14 ഗോളുകളും 4 അസിസ്റ്റുകളുമാണ് അദ്ദേഹത്തിന് ഈ സീസണിൽ സ്വന്തം പേരിലുള്ളത്. യുവേഫ സൂപ്പർ കപ്പിലും ഇന്റർ കോണ്ടിനെൻ്റൽ കപ്പിലും അദ്ദേഹം മുത്തമിട്ടിട്ടുമുണ്ട്. 6ാം സ്ഥാനത്ത് FC ബാഴ്സലോണയുടെ യുവ സൂപ്പർ താരം ലാമിൻ യമാലാണ്. ലാമിൻ യമാൽ 6 ഗോളുകളും 13 അസിസ്റ്റുകളുമാണ് ഇതുവരെ സ്വന്തമാക്കിയത്. അവൻ കളിക്കളത്തിലുണ്ടാകുമ്പോഴുള്ള ഇമ്പാക്റ്റ് എന്താണെന്നുള്ളത് ബാഴ്സയുടെ കളി കാണുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. അവനുണ്ടെങ്കിൽ ബാഴ്സ വേറെ ലെവൽ കളി കളിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. 5ാം സ്ഥാനത്ത് ബാഴ്സലോണയുടെ തന്നെ റോബർട്ട് ലെവൻഡോസ്കിയാണ്. കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിൽ അദ്ദേഹം ഒന്ന് പരിങ്ങുന്നുണ്ട് എന്നുള്ളത് ശരിയാണെങ്കിലും ഈ സീസണിൽ മികച്ച പ്രകടനം തന്നെയാണ് ഇതുവരെ നടത്തിയിട്ടുള്ള ലാലിഗയിലെ ടോപ്പ് സ്കോററാണ്. ലാലിഗയിലും തൻ്റെ രാജ്യത്തിനുമായിട്ട് അദ്ദേഹം 24 ഗോളുകളും 4 അസിസ്റ്റുകളുമാണ് ഈ സീസണിൽ ഇതുവരെ സ്വന്തമാക്കിയിട്ടുള്ളത്. 5ാം സ്ഥാനത്ത് അദ്ദേഹം വരുമ്പോൾ 4ാം സ്ഥാനത്ത് ബയൺ മ്യൂണിക്കിൻ്റെ സൂപ്പർ ഡ്യൂപ്പർ പ്ലെയർ ജമാൽ മുസിയാല. 16 ഗോളുകളും 9 അസിസ്റ്റുകളുമാണ് അദ്ദേഹത്തിൻ്റെ പേരിലെങ്കിൽ 3ാം സ്ഥാനത്ത് ബാഴ്സലോണയ്ക്ക് വേണ്ടി കൈ മെയ് മറന്ന് പോരാടുന്ന സർവ്വം സമർപ്പിച്ച് കളിക്കുന്ന ബ്രസീലിയൻ സൂപ്പർ താരം റാഫീഞ്ഞ 20 ഗോളുകളും 10 അസിസ്റ്റുകളുമാണ് ഈ സീസണിൽ ഇതുവരെ സ്വന്തമാക്കിയതെങ്കിൽ 2ാം സ്ഥാനത്ത് റയൽ മാഡ്രിഡിൻ്റെ ബ്രസീലിയൻ യുവ സൂപ്പർ താരം അർഹിച്ച കരങ്ങളിലേക്ക് കഴിഞ്ഞ തവണ ബാലൻഡിയോർ കിട്ടിയില്ല എന്നൊരു ആക്ഷേപം ആരാധകർക്കുള്ളത് അദ്ദേഹത്തിന് ബാലൻഡിയോർ ലഭിക്കാത്തത് കൊണ്ടാണ്. മറ്റാരുമല്ല, വിനി ജൂനിയർ. റയൽ മാഡ്രിഡിൻ്റെ സൂപ്പർ താരത്തിന് 14 ഗോളുകളും 10 അസിസ്റ്റുകളുമാണ് ഈ സീസണിലുള്ളത്.
യുവേഫ സൂപ്പർ കപ്പിൽ മുത്തമിട്ടിട്ടുണ്ട്, ഇന്റർ കോണ്ടിനെൻ്റൽ കപ്പിൽ മുത്തമിട്ടിട്ടുണ്ട്. ഒന്നാം സ്ഥാനത്ത് യെസ് ഈജിപ്ഷ്യൻ കിങ് മോ സലാ. എന്തൊരു കളിയാണെന്നേ അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രീമിയർ ലീഗിൽ ഗോളടിയിൽ മുമ്പിലാരാ, അസിസ്റ്റിൽ മുമ്പിലാരാ, അങ്ങനെ മിന്നും പ്രകടനം നടത്തുന്ന മോ സലാ 15 അസിസ്റ്റുകളും 20 ഗോളുകളും ഓൾറെഡി നേടിക്കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആ ഒരു മികവിൽ കൂടിയാണ് ഇപ്പോൾ ലിവർപൂൾ പ്രീമിയർ ലീഗിലും യുവേഫ ചാമ്പ്യൻസ് ലീഗിലും ചിറക് വിരിച്ച് പറന്നുകൊണ്ടിരിക്കുന്നത്. സോ മോ സലയാണ് ഈ തവണ ഇതുവരെയുള്ള കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും അധികം ബാലൻ ഡി ഓർ സാധ്യതയുള്ളയാൾ. പക്ഷേ ലീഗ് പകുതിയേ ആയിട്ടുള്ളൂ, ഇനിയും കാര്യങ്ങൾ മാറി മറിയും. നിങ്ങൾക്കൊരു പക്ഷേ ഈ പവർ റാങ്കിങ്ങിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാകും, കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.